ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ജോഗ്രഫിക്കകത്ത് ലിത്തോസ്ഫിയറുമായി ബന്ധപ്പെട്ട റോക്സ് ആൻഡ് സോയിൽ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ് സോയിൽസുമായി ബന്ധപ്പെട്ട പോർഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഡിഗ്രി ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, SSC എക്സാമിനേഷൻ, RRB എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജനറൽ അവയർനെസ് പാർട്ടിൽ വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ KTUവിന്റെ S5 S6 സിലബസിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പേപ്പറിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് ആവശ്യമുള്ള എല്ലാവരിലേക്കും ചാനൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റിന് ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. സോ നമ്മൾ റോക്ക് സിസ്റ്റം നോക്കുമ്പോൾ ബേസിക്കലി റോക്സ് എന്ന് പറയുന്നത് ബേസിക്കലായിട്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള റോക്കുകളെ പറയാം. ഒന്നെന്ന് പറയുന്നത് ഇഗ്നീഷ്യസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. നമുക്ക് ഇതിനകത്തുനിന്ന് ബേസിക്കലി ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ തന്നെ മൂന്ന് തരത്തിലുള്ള റോക്കുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ബേസിക്കലി ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായി. സോ മാഗ്മ മുകളിലേക്ക് വന്നു, മാഗ്മ സോൾഡിഫൈ ചെയ്തു. അപ്പോൾ എന്താണ്, ആസ് എ റിസൾട്ട് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ, അപ്പോൾ ഒരു ഇഗ്നീഷന്റെ ഫലമായിട്ട് ഉണ്ടായ വോൾക്കാനിക് ഇറപ്ഷന്റെ ഈ പറയപ്പെടുന്ന വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായ മാഗ്മ ഡെപ്പോസിറ്റ് ചെയ്ത് കൂൾ ചെയ്ത് അതൊരു റോക്ക് സിസ്റ്റമായി മാറുന്നു. അങ്ങനെ മാറി വരുന്ന റോക്കിനെയാണ് നമ്മൾ ഇഗ്നീഷ്യസ് റോക്ക് എന്ന് വിളിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്കാണ്. സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് റോക്ക് ആവാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സാൻഡ് ആവാം, സോയിൽ ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോമ്പോണൻസ് ആവാം. ഇതെല്ലാം സെഡിമെന്റുകൾ, ഫോർ എക്സാമ്പിൾ ഡിഫറെന്റ് ഏജന്റ്, വിൻഡ് ആയിട്ട് അല്ലെങ്കിൽ വാട്ടർ ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏജന്റുകൾ ക്യാരി ഔട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് അതൊരു റോക്ക് സിസ്റ്റമായി മാറുന്നു. അതിനെയാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ, അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്കുകൾക്ക് എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ സംഭവിച്ച് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ പ്രഷർ കണ്ടീഷൻസിൽ ചേഞ്ചുകൾ സംഭവിച്ച് ജനറേറ്റ് ചെയ്യുന്ന റോക്കിനെയാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. സോ മെറ്റാമോർഫിക് റോക്സ് ആർ ദ റോക്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഇഗ്നീഷ്യസ് റോക്കിനോ ലൈക്ക് സെഡിമെന്ററി റോക്കിനോ ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ കൺവേർട്ട് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നതാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അതിനുശേഷം റോക്ക് സിസ്റ്റം ഉണ്ട്. ആ റോക്ക് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ റോക്ക് സിസ്റ്റത്തിനകത്ത് പിന്നീട് എന്താണ്, ലൈക്ക് റോക്ക് ഉണ്ടായി, അതിനിടയിൽ പ്ലേറ്റ് ടെക്ടോണിക് ലെയറുകൾ ഉണ്ട്. അപ്പൊ ലെയറുകൾ എന്താണ്, ഒരു എന്താ പറയാ ഫ്ലൂയിഡ് ലൈക്ക് വിസ്കസ് മാൻഡിലിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. പിന്നെയും പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെന്റുകൾ സംഭവിക്കുമ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാവും, എർത്ത്ക്വേക്കുകൾ ഉണ്ടാവും. സോ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ റോക്ക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ റോക്ക് സിസ്റ്റം എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ബേസിക്കലി നമ്മൾ നേച്ചറിൽ നോക്കുമ്പോൾ there are 3 types of rocks. ഒന്നെന്ന് പറയുന്നത് ഇഗ്നീഷ്യസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത് ഒരു വോൾക്കാനിക് ഇറപ്ഷന്റെ സമയത്ത് ഫോം ചെയ്യുന്ന മാഗ്മ കൂൾ ചെയ്ത് സോൾഡിഫൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് ഇഗ്നീഷ്യസ് റോക്കുകൾ ഉണ്ടാവുന്നത്. സോ വോൾക്കാനിക് ഇറപ്ഷൻ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, ഈ പറയപ്പെടുന്ന വോൾക്കാനിക് ഇറപ്ഷൻ വെളിയിലേക്ക് നടക്കണമെന്നില്ല. ഈ മാഗ്മ എർത്തിന്റെ സർഫസിനുള്ളിൽ തന്നെ, എർത്തിന്റെ ഇന്റീരിയറിനുള്ളിൽ തന്നെ സോൾഡിഫൈ ചെയ്യപ്പെട്ടും അതൊരു റോക്ക് സിസ്റ്റം ആയിട്ട് മാറാം. അപ്പം എർത്തിന് ഇന്റീരിയറിൽ ഉണ്ടെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ചതിന് ശേഷം മാഗ്മ സോൾഡിഫൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഒന്ന് ഗ്രാനൈറ്റ് റോക്ക്, രണ്ടാമത്തെ ബസാൾട്ടിക് റോക്ക് എന്ന് പറയുന്നത്. അടുത്ത സെഡിമെന്ററി റോക്കാണ്. സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെഡിമെന്റ്, സാൻഡ് ആവാം, സിൽട്ട് ആവാം, ക്ലേ ആവാം. അതുപോലെ ഡിഫറെന്റ് എന്താ പറയുക സെഡിമെന്റ് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും വാട്ടർ വഴിയോ അല്ലെങ്കിൽ വിൻഡ് പോലുള്ള ഡിഫറെന്റ് ഏജന്റുകൾ വഴി അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന സാധനം കംപ്രസ് ചെയ്ത് അതൊരു പുതിയ റോക്ക് സിസ്റ്റമായി മാറുന്നു. അങ്ങനെയുള്ള റോക്കിനെയാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ ഒക്കെ ഈ തരത്തിലുള്ള റോക്ക് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അടുത്തെന്ന് പറയുന്നത് മെറ്റാമോർഫിക് റോക്ക് ആണ്. മെറ്റാമോർഫിക് റോക്ക് ഹൈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ, ഹൈ ടെമ്പറേച്ചർ പ്രഷർ ചേഞ്ചസ് ഉള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ ഇഗ്നീഷ്യസ് റോക്കിനോ അല്ലെങ്കിൽ നമ്മുടെ സെഡിമെന്ററി റോക്കിനോ മിനറൽ കോമ്പോസിഷനിലെ സ്ട്രക്ചറിലോ ചേഞ്ചുകൾ സംഭവിക്കുന്നു. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന റോക്കിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് വിളിക്കുന്നത്. ഇതൊരു മെറ്റാമോർഫിക് റോക്കിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. എക്സാമ്പിൾ മാർബിൾ, സ്ലേറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള റോക്ക് സിസ്റ്റം എന്താണെന്ന് കണ്ട് 3 റോക്കുകളെ പറ്റിയുള്ള പെക്യുലാരിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്ന സോയിൽ. നമുക്കറിയാം സോയിൽ എന്ന് പറയുന്നത് ലാൻഡിന്റെ സർഫസ് ലെയർ ആണ് സോയിൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്, സോയിൽ ഈസ് ഫോംഡ് ഒന്നെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ ഡീക്കേയിങ് സംഭവിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ റോക്ക് സിസ്റ്റത്തിന് വെതറിങ് സംഭവിച്ചു ബൈ കോഴ്സ് ഓഫ് ടൈം, വെള്ളം കുറെ നാൾ ഒഴുകി കഴിയുമ്പോൾ ചെറിയ വെതറിങ് സംഭവിക്കുന്നു. വെതറിങ് മീൻസ് ചെറിയ പൗഡറുകളായിട്ട് സ്പ്ലിറ്റ് ആകപ്പെടുന്നു. അത് വന്ന് എന്ത് ചെയ്യുന്നു, എർത്തിന് മുകളിൽ ഒരു തിൻ ലെയർ ജനറേറ്റ് ചെയ്യുന്നു. ആ തിൻ ലെയർ ആണ് പിന്നെ എന്താ സോയിലായിട്ട് മാറ്റപ്പെടുന്നത്. സോ ഒരു നാച്ചുറൽ പ്രോസസ്സ് വഴിയായിട്ട് സോയിൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ലോങ് ടൈം ആവശ്യമാണ്. അതിനെന്താണ് വെതറിങ്, ഡ്യൂ ടു വെതറിങ് എന്തുകൊണ്ട്, വെതറിങ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റെയിൻ
റെയിൻ മൂലം സംഭവിക്കാം, അല്ലെങ്കിൽ വാട്ടർ ഫ്ലോയുടെ സമയത്ത് സംഭവിക്കാം, അങ്ങനെ അല്ലെങ്കിൽ വിൻഡ് വെതറിങ്ങിന് റീസൺ ആവാം. അങ്ങനെ ഡിഫറെന്റ് ഏജന്റുകൾ എന്താണ് വെതറിങ്ങിന് റീസൺ ആവുന്നു. സോ അതിന്റെ ഫലമായിട്ട് മിനറലുകൾ അല്ലെങ്കിൽ റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് സോയിൽ ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ബേസിക്കലി സോയിലിന്റെ കാര്യം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. സോ ബേസിക്കലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ സോയിൽ എന്താണ് ഹൈ ഡിഗ്രി ഓഫ് പൊറോസിറ്റി ഉണ്ട്, കാരണം ഒത്തിരി തുളകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിന് വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ ബേസിക്കലി നമുക്കറിയാം സോയിലിൽ പ്ലാന്റ് ഉണ്ടാവുന്നതിന് കാരണം സോയിലിൽ ക്യാൻ പ്രൊവൈഡ് എ മെക്കാനിക്കൽ സപ്പോർട്ട്, പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നു. സോയിലിൽ ദർ ആർ എസെൻഷ്യൽ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെ മൈക്രോ ന്യൂട്രിയൻസും എന്താണ് പ്ലാന്റ്സ് അല്ലെ ആനിമൽസിന്റെ എസെൻഷ്യൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സോയിൽസിന്റെ പി എച്ച് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റ്സ് ഓർ മൈക്രോ ഓർഗാനിസം ഗ്രോത്ത്. ദെൻ എക്സസീവ് ലീച്ചിങ്, ന്യൂട്രിയൻസിന്റെ എക്സസീവ് ആയിട്ടുള്ള ഇമ്പൾസിനെ എന്ത് സംഭവിക്കുന്നു സോയിൽ എന്ന് പറയുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. സോ ബേസിക്കലി നമ്മൾ സോയിലിൽ തന്നെ എന്താ നൈട്രജൻ ഫിക്സിങ് അല്ലെ ഡിഫറെന്റ് മിനറലുകളെ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ആ മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ഷൻ മൂലമാണ് ഒരു ഇക്വിലിബ്രിയം സോയിലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ ബേസിക്കലി ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു? നമ്മൾ കണ്ടെന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് റോക്ക് സിസ്റ്റത്തെ സംബന്ധിച്ച ഡേറ്റയും അതുപോലെ സോയിൽസിനെ സംബന്ധിച്ച ഇൻഫർമേഷൻ വീഡിയോയിൽ കണ്ടു. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനൽ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.